പിന്നെ നമ്മളെ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മൾ ആദ്യമേ ആയിത്തീരുന്നൊരു സംഭവമാണ് സംഗി. എനിക്കറിയില്ല കേട്ടോ, ഒരു കമൻറ്റ് ഒരു എഴുതി കഴിഞ്ഞാൽ അപ്പോൾ പറയുന്നത് സംഗി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തെറിയാക്കാവുന്ന കുറച്ച് സീനായിട്ടൊരു വിഷയമാണ് നമ്മുടെ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അത് ഈ നീറ്റ് എഴുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ്ങാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്? ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ആളുകൾ എങ്ങനെ എടുത്താലും എങ്ങനെ എടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പോൾ മെയിൻലി പറയാനുള്ളത്, ഇവിടെ നിന്ന് കുറേ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങോട്ട് ഡൽഹിക്ക് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണുന്നുണ്ടായിട്ടോ, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പോകുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടു. ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതേ മറ്റാർക്കോ വേണ്ടിയിട്ട് എന്തോ കാണിച്ചു കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര നീറ്റ് എക്സാം എഴുതിയ പിള്ളേരുണ്ട് അവിടെ. കാരണം ഒരു എക്സാം ഈ പറഞ്ഞ പോലെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പേപ്പർ ലീക്ക് ചെയ്യുന്നപ്പോൾ രണ്ടാമത് നടത്തി. ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിനിപ്പോൾ ഈ രാജ്യം മൊത്തം ഇങ്ങനെ ഈ ഒരു പ്രക്ഷോഭം, ഈ ഡൽഹിയിൽ ഇത്രയും ആളുകളെ എന്താ പറയുക അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുള്ളൊരു സമരം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൽഹിയിൽ ഇപ്പോൾ എന്തുവേണം നടക്കട്ടെ. ഞാനിപ്പോൾ മറ്റൊരു വിഷയം കൂടി നിങ്ങളോട് പറയാം. നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു ആദ്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് കുറേ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങോട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, വരുന്നു, ഇത്ര മണിക്ക് ട്രെയിൻ ഉണ്ട്, അത്ര മണിക്ക് ട്രെയിൻ ഉണ്ട്, അവിടെ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും സമരം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ 2 മാസം അല്ലെങ്കിൽ 3 മാസം മുമ്പ് വരെ നമ്മുടെ നേഴ്സുമാരൊരു സമരം നടന്നു. അതിന് മുന്നേ ആശാവർക്കർമാരുടെ സമരം നടന്നു. പിന്നെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും നടക്കുന്ന സമരങ്ങളിൽ ഒന്നും വേണമെങ്കിൽ പറയാം PSC വിദ്യാർത്ഥികളുടെ. ആരവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഈ പറയുന്ന ആളുകളും ആരെങ്കിലും കാണുന്നുണ്ടോ? എത്ര PSC ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജോലിയായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? അതൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന പോലെയുണ്ടോ നമുക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇടപെടണമെന്നെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടിൽ ഇടപെട്. നേരെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കല്ല, അവിടെ സെക്രട്ടറിന് മുന്നിൽ ഓരോ ദിവസവും ഒട്ടനവധി സമരങ്ങൾ നടക്കുന്നുണ്ട്. പലതും ചെയ്യാനുള്ള വിഷയങ്ങൾ തന്നെയാണ്. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ? എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ? പിന്നെ എന്തുകൊണ്ടാണ് ഇത് മാത്രം? എനിക്ക് അങ്ങനെ ഉണ്ടാ തോന്നുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതേ രാജ്യം നന്നാക്കലല്ല, ആദ്യം നമ്മുടെ നാട് നന്നാക്കുക. നാട് നന്നാക്കിയിട്ട് രാജ്യം നന്നാക്കാൻ ചെല്ലും. അങ്ങനെ നാട് നന്നാക്കാതെ രാജ്യം നന്നാക്കാൻ ചെല്ലുമ്പോൾ തിരിച്ചു വരുമ്പോൾ നാടും ഉണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല, വീട്ടുകാരും ഉണ്ടാവില്ല. എനിക്കപ്പോൾ അങ്ങനെ ഉണ്ടോ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേപ്പും തീരായിട്ടൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാനിതിനെ മറ്റൊരു ആംഗിളിലാണ് നോക്കിക്കാണുന്നത്. കാരണം ഈ നീറ്റ് എക്സാം എഴുതിയ വീട്ടുകാർക്കുള്ള സപ്പോർട്ടിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ഇത് ഇത്തരം രീതിയിലുള്ള വൈകാരികമായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലല്ല ആദ്യം ചെയ്യേണ്ടത്, എന്നിട്ടല്ലേ ഡൽഹിക്ക് പോകേണ്ടത്.